ബിഗ് ആദ്യമായിട്ട് വിമർശിച്ച ആൾക്കാർ ഞാനും ചെയ്താനൊക്കെയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം ജിജു പുന്നേസൻ ആള് മൈഡി കുട്ടിച്ചാണ് ഉണ്ടാക്കി അയാൾ ഒന്ന് പിന്മാറിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ വന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടു. രംഗൻ പതിവാജ് പല ആ ഇൻ്റർവ്യൂ കണ്ട് മനസ്സിലായി ഫിലിം വേറെ ലെവലാണ്. അതിൽ കാസ്റ്റ് ഒക്കെ കൂടെ ഭയങ്കര കൂടുതലാണ്. മോഹൻലാൽ ഡയറക്ടറെ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന നല്ലൊരു ഫാൻറ്റസി ഫിലിം, ഒരു 3D ഫിലിം. അത് മാത്രമല്ല ഇപ്പോൾ റിപ്പോർട്ട് വന്നു, കണ്ടവർ ഭയങ്കര അഭിപ്രായം പറയണം. ലാലേട്ടൻ പ്രതീക്ഷിച്ചില്ല, എത്ര പേരൊന്നും വിചാരിച്ചില്ല. നമ്മളേക്ക് പൃഥ്വിരാജ്, പക്ഷേ പുള്ളി ഇതിൽ യാതൊരു കോപ്പഡി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്ക് റെഫറൻസ് ഇല്ല. പുള്ളി ഓൺ ഇമാനേഷൻ ഓൺ ഇൻഡ്യൂഷനാണ് വൈ ചെയ്യണം. ഒരു പിള്ളേർക്ക് ഒരു ഫിലിമാണ്, ഒരു ഫാൻറ്റസി മൂവിയാണ്. ഇത് ഗ്ലോബൽ സബ്ജക്റ്റാണ്, എല്ലാവർക്കും ലോങ് ആപ്ലിക്കബിൾ സബ്ജക്റ്റാണ്. എല്ലാം കൊണ്ടുള്ള മൂവിയാണ്. പിന്നെ സന്തോഷ് വേണ്ട സപ്പോർട്ടുണ്ട്, രാജീവ് കുമാർ സപ്പോർട്ടുണ്ട്. ജിജു പുന്നേസൻ ആൾ പിന്മാറിയപ്പോഴാണ് എനിക്ക് പ്രതീക്ഷ പോയത്. ഞാൻ വിമർശിച്ച ആൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായ നല്ലൊരു മൂവിയാണ്. ക്രിസ്മസ് നൈറ്റ് മൂവി മഞ്ഞൾ വീഴ്ച പോലെ ഇറങ്ങിയ അതേ ഡേറ്റിലാണ് ഇറങ്ങുന്നത്. ഞാൻ ലാലേട്ടൻ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ബറോസ്, അതിന് എമ്പുരാൻ, പിന്നെ തുടരും. പുതിയ ഡയറക്ടേഴ്സ് ഞാൻ കൊടുക്കുന്നു. ആവേശത്തിൻ്റെ ഡയറക്ടർ ഞാൻ കൊടുക്കുന്നു. പുതിയ മേക്കേഴ്സ് കൊടുക്കുന്നു. ഇനി ലാലേട്ടൻ മമ്മൂക്കി എല്ലാം ചേർന്ന് ഒരു വസന്തകാലം മലയാള സിനിമയ്ക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഇന്നലെ ഷോ കഴിഞ്ഞപ്പോൾ ഹോളിവുഡ് ലെവലാണ് പറയുന്നത്. മേക്കിംഗ് ആണ്. അപ്പോൾ എന്ത് തോന്നുന്നു? ടീമാണ് ലാലേട്ടൻ, സന്തോഷ് ശിവൻ, രാജീവ് കുമാർ, പിന്നെ കാസ്റ്റഗർ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫോറിനേഴ്സാണ്. ഒരു ടീം വർക്കാണത്. ഇപ്പോൾ ഡയറക്ഷനിലും അണ്ണൻ ആറാടോ ലാലേട്ടൻ ആറാടുകയാണ്. ഇനിയും ഡയറക്റ്റ് ചെയ്തിട്ട്, ഇങ്ങനത്തെ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ട് ഇതൊരു പുള്ളിന്ന് പറയണ്ടേ, ഒരു 3D ഫിലിം ആദ്യമായിട്ട് ഒരു ആക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന പുള്ളിയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു കോൺഫിഡൻസിൽ കാണിച്ചല്ലോ. ഇപ്പോൾ ഇന്നലെ മമ്മൂട്ടി ആശംസകളുമായി മോഹൻലാലിന് നേർന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? അത് മമ്മൂട്ടിക്ക് പോലല്ല, ഇവർ തമ്മിൽ അങ്ങനെയാണല്ലോ, ഇവർ സുഹൃത്തുക്കൾ പോലെയാണല്ലോ. ഭയങ്കര ഫാൻസിയർ തമ്മിൽ പ്രശ്നമുള്ളൂ, ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ആരോഗ്യകരമായ മത്സരമേ ഉള്ളൂ. എൻ്റെ ചെറുപ്പകാലത്ത് ഭയങ്കര മത്സരമായിരുന്നു, പക്ഷേ ആരോഗ്യകരമായ മത്സരമാണ്. അതുകൊണ്ടാണ് മലയാള സിനിമ, ഇവർ രണ്ടുപേരുടെ ആരോഗ്യകരമായ മത്സരം കൊണ്ടാണ് മലയാള സിനിമ ഇത്രയും പൊങ്ങിയത്, ഇത്രയും നന്നായിട്ട് വന്നത്. എന്തായാലും നല്ല റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇനി ലാലേട്ടൻ ശക്തമായി തിരിച്ചു വരട്ടെ. കുറേ നാളായിട്ട് കുറേ ഫ്ലോപ്പുകൾ മറ്റെല്ലാമായിരുന്നു. ശക്തമായി തിരിച്ചു വരട്ടെ. ലാലേട്ടൻ, മമ്മൂക്കയും, മുന്നിമൂന്തനും, പൃഥ്വിരാജും എല്ലാവരും ആറാട്ടെ. എല്ലാവർക്കും നല്ല ടൈം വരട്ടെ. മലയാള സിനിമയ്ക്ക് നല്ല ടൈം വരട്ടെ. 2025 മുതൽ മലയാള സിനിമ ഒരു ഗോൾഡൻ ഇതിലേക്ക് പോട്ടെ, 80കളിൽ പോട്ടെ, ഒരു വസന്തകാലത്തേക്ക് പോട്ടെ. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ 2 ചാനലിൽ ഞാൻ കൊടുത്തപ്പോൾ അവരോട് ഇത് തന്നെ പറഞ്ഞത്. സംഭവം ഹോളിവുഡ് ലെവൽ തന്നെയാണ്. ഫ്രെയിം ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഗ്രേഡിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. തുടക്കം മുതൽ ഞാൻ പറഞ്ഞതാണ്, ട്രെയിലർ കണ്ടിട്ട് ആരും വിലയിരുത്തരുത്, സിനിമ വരട്ടെ എന്ന് പറഞ്ഞത്. കാരണം ഒരു സത്യം പറഞ്ഞാൽ എന്നെ മലയാളത്തിൽ ഞെട്ടിച്ച ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ARMൻ്റെ ജിതിൻ ലാൽ സാറാണ്. കാരണം ഫസ്റ്റ് പടം തന്നെ പുള്ളി ഡയറക്ഷൻ ചെയ്ത വലിയ ബഡ്ജറ്റിലൊരു 3D മൂവി. അതിൻ്റെ അകത്ത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയതാണ്. ആ സിനിമ നല്ല രീതിയിൽ വിജയിച്ചൊരു സിനിമയാണ്. അപ്പം ലാലേട്ടന് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. കാരണം ലാലേട്ടൻ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, സ്കിറ്റ് ചെയ്യും, എല്ലാം ഒരു കംപ്ലീറ്റ് ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ചെയ്യുന്ന ഒരു മൂവി എൻ്റെ പോലെ ഇത്രയും ബഡ്ജറ്റിലും ഇത്രയും ലെവലിലേക്കും സത്യം പറഞ്ഞാൽ ഒരു മലയാള സിനിമയായിട്ട് തോന്നത്തില്ല. ഞാനിത് പറഞ്ഞപ്പോൾ പലരും എന്നെ കളിയാക്കി, എന്തോന്നാണ് നീ പറയുന്നത്, മലയാള സിനിമയായിട്ട് തോന്നത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആ ഒരു ഫീല് തന്നെയാണ്. ആ ഗ്രേഡിങ് ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ആർട്ട് ഡയറക്ടർ ചെയ്തേക്കുന്ന സാറിനെ എനിക്കറിയാം, സന്തോഷ് രാമൻ സാറ്. പിന്നെ എനിക്ക് പരിചയമുള്ളൊരു മോഹസിൻ സാറുണ്ട്. മോഹസിൻ സാറും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ സുനിൽ ജോസ് സാറും സംസാരിക്കുന്ന സമയത്ത് ഞാനും ഉണ്ട്. അപ്പം അവർ അന്ന് മോഹസിൻ സാർ ചോദിച്ചു, എടോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറ് നല്ലതായിരിക്കും, പടം അടിപൊളിയായിരിക്കും, നല്ല കഥയാണ്, കാര്യങ്ങളാണ്. അപ്പം ഞാനിത് കേട്ടോണ്ടിരിക്കുക. അപ്പം അവരൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ അത് ഉറപ്പായി. പിന്നെ ഈ ട്രെയിലറൂടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിശ്വാസമായി. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ലാലേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല പ്രതീക്ഷയുണ്ട്. പടം ട്രെയിലറോ ടീസറോ ഒന്നുമല്ല. പടം തിയേറ്ററിൽ വരുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞു, തിയേറ്ററിൽ വരുമ്പോൾ വമ്പം വിജയമാകുമെന്ന്. അത് വിജയമായിരിക്കും.